ലൈവില് കുറച്ചു നേരം മുമ്പ് യമുനയും ജാസ്മിനും തമ്മിൽ ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായി. ഗബ്രിയെ പറ്റിയായിരുന്നു കോൺവെർസേഷൻ. ജാസ്മിനെ, നീ ഇവിടെ കൊണ്ടൊന്നും നിൽക്കേണ്ട കൊച്ചൊന്നും അല്ല, വലിയ നിലയിൽ എത്തേണ്ട ഒരാളാണ്, മിടുക്കി കുട്ടിയാണ്, നിനക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ യമുന ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നു, ഞാൻ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ എന്റെ പ്രശ്നം എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ. ഗബ്രി പോയി കഴിഞ്ഞുള്ള എല്ലാ നോമിനേഷനിലും പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും എനിക്ക് എങ്ങനെയും ഇവിടുന്ന് ഇറങ്ങി പോണം എന്നാണ്, ഉമ്മയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്. ഈ ഒരു കോൺവെർസേഷൻ ഉൾത്തിരിഞ്ഞു വന്നത് ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ. അപ്പൊ യമുന പറയുന്നുണ്ട്, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു, ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം, പിന്നീട് ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് പ്രശ്നമായത്, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റാതായപ്പോഴാണ് പ്രശ്നമായതെന്നുള്ള രീതിയിൽ യമുന പറയുന്നുണ്ട്. അപ്പൊ ഉടനെ കട്ട കലിപ്പില് ബിഗ് ബോസിന്റെ താക്കിയത്, പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ വെച്ച് കോൺവെർസേഷൻ ഒന്ന് കട്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ മൈൻഡിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണക്കിനാണ് ജാസ്മിന്റെ നെഗറ്റീവ് ഒക്കെ മാറ്റി ഒന്ന് വെളുപ്പിച്ചെടുത്തത്. അപ്പൊ ആണ്ട കിടക്കുന്നത് വരട്ടി തന്നെ ഇവരെ നിർത്തലാക്കിയേക്കാന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ജിൻഡോ കപ്പടിക്കുമല്ലോ ഏത്. അപ്പൊ തിരിച്ച് ലൈവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു വിഷയത്തെ പറ്റി തന്നെ ഇവര് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണല്ലോ നമ്മുടെ വീടും ലോകവും എല്ലാം, ഇവിടെ എന്റെ ഫാമിലി എന്റെ കൂടെ ഇല്ല, അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ എല്ലാം ആയിരുന്ന ഒരു പയ്യൻ ഔട്ട് ആവുമ്പോ എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ കുറെ സെന്റി അടിക്കുന്നുണ്ട്. പിന്നെ വളരെ അബ്രപ്റ്റ് ആയിട്ട് ഈ ഒരു ചർച്ച അവസാനിക്കുന്നു. ഇതൊക്കെയായിരുന്നു ലൈവിന്റെ അകത്ത്.